ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി മലബാർ. ഇന്നൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പും ഞാൻ സോപ്പ് മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ തൊടിയിലുള്ള പനിക്കൂർക്ക അഥവാ കഞ്ഞിക്കൂർക്ക വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കഞ്ഞിക്കൂർക്ക അഥവാ പനിക്കൂർക്ക എന്നത് ഒരു ഔഷധ സസ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ഇലകൾ പറിച്ച് നല്ലപോലെ കഴുകി മിക്സിയിലിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാത്ത സോപ്പാണ് പനിക്കൂർക്ക സോപ്പ്. കഞ്ഞിക്കൂർക്ക സാധാരണയായി കഫക്കെട്ട്, പനി, ജലദോഷം എന്നിവയ്ക്കൊക്കെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് സോപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കഞ്ഞിക്കൂർക്ക വെച്ച് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റു ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലിസറിൻ കണ്ടന്റുള്ള സോപ്പാണ് സോപ്പ് മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ബേസ് സോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ എല്ലാവരും സോപ്പ് ബേസാണ് ഉപയോഗിക്കാറ്. വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൈവശമുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ ഇ എന്നാൽ മുടിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്, അത് എല്ലാവർക്കും അറിയുന്നതുമാണല്ലോ. നമുക്കിവിടെ ഇപ്പോൾ പനിക്കൂർക്കയുടെ ഇല നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പനിക്കൂർക്കയുടെ ഇല വെള്ളം ഒഴിക്കാതെ തന്നെ അരിച്ചെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് നല്ലപോലെ അരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ഞാനെടുത്ത പനിക്കൂർക്കയുടെ ഇല കുറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അതിനുശേഷം കുറച്ച് ഇലയും കൂടെ എടുത്ത് നീര് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ നീര് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഈ ജെല്ല് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതിനുശേഷം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളോ ജെല്ലോ ഒന്നും തന്നെ ആഡ് ചെയ്യാതെ സോപ്പ് ഉണ്ടാക്കിയിരുന്നു. വെറും ഫേസ് സോപ്പ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കിയിരുന്നു. ഇതൊന്നും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക എന്ന് മാത്രം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫേസ് സോപ്പ് എടുക്കുക. ഫേസ് സോപ്പ് ഇല്ലെങ്കിൽ സോപ്പ് ബേസ് ഉപയോഗിച്ചാലും മതി. ഏതായാലും ഗ്ലിസറിൻ കണ്ടന്റുള്ളൊരു സോപ്പ് ഉപയോഗിക്കുക. സോപ്പ് ബേസ് നല്ലപോലെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറ്റിയെടുക്കുക. ചെറുതായി മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ ഡബിൾ ബോയിങ് മെത്തേഡിൽ വേഗം മെൽറ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മുറിച്ച് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്കിട്ട് ഡബിൾ ബോയിങ് മെത്തേഡിലൂടെ അത് മെൽറ്റാക്കി എടുക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ മെൽറ്റാക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ കഞ്ഞിക്കൂർക്കയുടെ നീരൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പനിക്കൂർക്ക എന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പനിക്കൂർക്ക താരന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. തലയിലെ താരൻ കളയാൻ വേണ്ടി ഹെയർ ഡേയിലേക്ക് പനിക്കൂർക്കയുടെ പൊടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പനിക്കൂർക്ക ഉപയോഗിച്ചൊരു സോപ്പ് ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് താരനെ അകറ്റാൻ ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഒരുപാട് ഗുണങ്ങൾ പനിക്കൂർക്ക വഴി നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ഇപ്പോൾ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നീര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ചൂടോടെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്യാൻ മറക്കരുത്, കാരണം അത് വേഗം കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ഇത് സെറ്റാകുമ്പോഴേക്കും നമ്മുടെ മോൾഡിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വെക്കുക. മോൾഡ് കൈവശമില്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കടലാസ് ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. മോൾഡ് ഒരു വിഷയമേ അല്ല. എൻ്റെ കയ്യിൽ മോൾഡ് ഉള്ളത് കൊണ്ട് അതിലേക്ക് ഒഴിച്ച് സെറ്റാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അടിപൊളി കഞ്ഞിക്കൂർക്ക സോപ്പ് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.